കൂട്ടുകാരെല്ലാവർക്കും സുഖല്ലേ? അംബിക ഷിബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് എല്ലാവരും ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു കറിയാണ് ചെമ്മീൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടല്ലോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. കൂടെ ഷെയറും ലൈക്കും കമന്റും ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മള് ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ചെമ്മീന്റെ പുറം വശത്തായിട്ട് ഒരു കറുത്തൊരു നാരുണ്ടാകും. നമ്മൾ ഇതിന്റെ തല ഇങ്ങനെ പറിച്ചെടുക്കുന്ന കൂട്ടി തന്നെ ആ നാരും കൂടെ വലിച്ചെടുക്കണം. നമ്മൾ കറി വെക്കുമ്പോൾ അറിയാണ്ട് പെട്ടുപോയാൽ നമുക്ക് ചിലപ്പോൾ വയറുവേദനയൊക്കെ എടുക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാട്ടോ പറഞ്ഞേ. പിന്നെ നമുക്കിതാ അതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിൽ കുറച്ച് ഉലുവയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കുറച്ച് ചെറിയുള്ളി വേണം. നമ്മളിതില് വലിയുള്ളി ഒന്നും ഉപയോഗിക്കരുത്. ചെമ്മീൻ കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടണമെങ്കിൽ നമ്മൾ ചെറിയുള്ളി തന്നെ ഉപയോഗിക്കണം. പിന്നെ ഒരു പിടിയോളം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ ഇഞ്ചി വേണം. ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മൾ കുടംപുളി കേട്ടോ മീൻ കറിയിൽ ഇടുന്നത്. പിന്നെ ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയൊരു കുടംപുളി, ഒരു ചെറിയൊരു കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട തക്കാളിയാണ്. ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം. നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വാടി വരട്ടെ. ചെമ്മീൻ കൊണ്ട് എന്ത് കറിയോ റോസ്റ്റോ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ്. ആർക്കും ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇനി നമ്മൾ ഈ വറുത്തരച്ചിട്ടുള്ള ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാല് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണ്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി വെക്കിയാല് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെമ്മീൻ കിട്ടിയാൽ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടിയോളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ. നന്നായിട്ട് വാടണം. ഉള്ളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞൊരു മൊരിഞ്ഞ പോലായി വരണം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വാട്ടിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു മൊരിഞ്ഞ പോലത്തെ ഒരു പരുവായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉള്ളി ഒന്ന് വാടി വന്നപ്പോ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ എടുക്കുന്ന കറിയില് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇടുന്നതിന്റെ പകുതി വേണം നമ്മൾ ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ ഇതിൽ കുറച്ച് പകുതി ഇപ്പൊ ഈ ഉള്ളിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് തേങ്ങ അറക്കുമ്പോൾ അതിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ട് ഈ ഉള്ളി വാട്ടുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. മുളക് പൊടി മല്ലിപ്പൊടി പകുതി വേണം കേട്ടോ ഈ ഉള്ളിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ പൊടികൾ ഒന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലോണം വെക്കാൻ പറ്റിയാണ്. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 തക്കാളി എടുത്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് തക്കാളി അരിഞ്ഞെടുക്കേണ്ടത്. ചെറുതായി പോകരുത് കേട്ടോ. തക്കാളി അരിയുമ്പോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയരുത്. ഒരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഈ തക്കാളി ഇതിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് വാട്ടി കൊടുക്കാം. തക്കാളി ഒരു 10 മിനിറ്റോളം നമ്മൾ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടി വന്നിട്ടുള്ളൂ തക്കാളി. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തത് നമ്മള് നേരത്തെ എടുത്ത് വെച്ച കുടംപുളിയില്ലേ, പുളിക്കനുസരിച്ചിട്ട് കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പുളിയും തക്കാളിയും കൂടി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് പുളിയൊക്കെ നിറങ്ങി വരട്ടെ. നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മൾ തേങ്ങയും കുറച്ച് ഉലുവ, 2-3 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില അതും കൂടി ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ നമ്മൾ നേരത്തെ കറിയിൽ ഇട്ട മുളക് പൊടി, ഞാൻ 1 സ്പൂൺ മുളകും പൊടി 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിന്റെ ബാക്കി മുളകും പൊടി മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങ ഒരു പകുതി വറവാകുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഒന്ന് കുഴഞ്ഞ പോലെ വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്നിട്ട് നന്നൊന്ന് വെന്ത് വരട്ടെ. മീനൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ വരെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. തേങ്ങ കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ആയിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങ ഏകദേശം ഒന്ന് പകുതി വറവായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നേരത്തെ ബാക്കി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങയൊക്കെ വറുത്തരിക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. ഒരു വലിയൊരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ഈ തേങ്ങന്റെ കൂടെ വറുത്തെടുക്കണം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ. തീ കുറച്ചിട്ട് വേണ്ടിട്ട് വറുത്തെടുക്കാൻ വേണ്ടിട്ട് പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ മീൻ ഇത് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങേന്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. പകുതി വേവാകുമ്പോൾ നമ്മൾ ഈ അരപ്പ് ചേർക്കാനായിട്ട് നമ്മൾ തേങ്ങ വറുത്ത് നന്നായി തണുത്തപ്പോ നന്നായിട്ട് അരച്ചെടുത്ത് നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇവിടെ നിന്ന് തിളച്ച് കുറച്ചും കൂടെ ഒന്ന് വേവട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു അരമണിക്കൂറോളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് അരപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് താളിച്ചു വയ്ക്കാം. താളിച്ചു വയ്ക്കാനായിട്ട് നമ്മൾ എന്താ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ.
എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലുവ തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്താൽ മതി, വേറെ വറവ് ഇടുമ്പോൾ ഉലുവ ചേർക്കണ്ട കേട്ടോ. ഈ ഉള്ളി ഒന്ന് മൂത്തട്ടെ. ഉള്ളി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മളിതാ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ മീൻകറി ഇതാക്കുന്ന എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് എന്തെങ്കിലും കൊണ്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുള്ളത് ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ചെമ്മീൻ കറി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വറവൊക്കെ എല്ലാ സ്ഥലത്ത് ആവുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ വറുത്തരച്ച കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെമ്മീൻ കിട്ടുമ്പോ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാല് വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം. അത്രയും ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട്. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.